ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 34-35 വായിക്കാം. മത്തായി 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ദൈവത്തിന് മഹത്വം. കാരമില്ലാത്ത ഉപ്പ്, അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. കാരമില്ലാത്ത ഉപ്പാണ്. അതിന് രുചിയും പുളിയും ഉണ്ടായിരിക്കണം. പക്ഷേ അത് കാരമില്ലാതെ പോയാൽ പ്രയോജനശൂന്യമാണ് എന്ന് മാത്രമല്ല, അത് വെറുതെ നിലത്ത് ഇട്ട് ചവിട്ടിക്കളയാൻ മാത്രമേ കൊള്ളാവുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷത്തിനും അത് തന്നെയാണ് കാണുന്നത്. 14-ാം അധ്യായത്തിന് 34-35. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് നല്ലത് തന്നെ. കർത്താവ് മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഉപ്പ് രുചി വരുത്താൻ നല്ലതാണ്. ചീയാതെ സാധനങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നല്ലതാണ്. എല്ലാ ഭക്ഷണത്തിനും അത് ആവശ്യമാണ്. എന്നാൽ അതിന് പുളിപ്പില്ലാതെ വന്നാൽ, അതിന് കാരമില്ലാതെ വന്നാൽ, അതിന് ഉറയില്ലാതെ വന്നാൽ അത് യാതൊന്നിനും കൊള്ളുകയില്ല. അത് നിലത്തിനും മറ്റൊന്നിനും പ്രയോജനമുള്ളതായി തീരുകയില്ല. അതുകൊണ്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപ്പാണോ കാരമുണ്ടായിരിക്കണം? ഉപ്പാണോ അതിന് പുളിപ്പുണ്ടായിരിക്കണം? ഉപ്പാണോ അത് രുചിപ്രദമായിരിക്കണം? അല്ലെങ്കിൽ അത് തികച്ചും പ്രയോജനശൂന്യമാണ്. ദൈവത്തിന് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്തൊരവസ്ഥ, ഉമിണ്ണുകളയുന്ന അവസ്ഥയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു ശീതോഷ്ണാവസ്ഥ, സമശീതോഷ്ണാവസ്ഥ. ഉഷ്ണവാനാണോ? അല്ല. ശീതവാനാണോ? അല്ല. ഒരു ലൂക്ക്വാം. ദൈവമക്കളെ, അത് ഉമിണ്ണുകളയുവാൻ തക്കവണ്ണം പ്രയോജനശൂന്യമാണ്. നാം ഓരോരുത്തരും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ ഒന്ന് തിരിച്ചറിയണം. ഞാൻ നിൽക്കേണ്ടതുപോലെ നിൽക്കുന്നുണ്ടോ? ഞാൻ ജ്വലിച്ച് പ്രകാശിക്കുന്നൊരു ദീപമാണോ? ഞാൻ മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നതായ ഉപ്പാണോ? ഞാൻ കാരമുള്ള ഉപ്പാണോ? ചീഞ്ഞു നാറുന്ന രംഗത്ത് ചീയാതെ കാക്കുന്നതായ ഒരു വ്യക്തിത്വമാണോ എനിക്കുള്ളത്? ദൈവത്തിൻ്റെ സ്തോത്രം. കാരമില്ലാത്ത ഉപ്പ്, അതിനുള്ള ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മീയരാണ്, പക്ഷേ ഒരിക്കലും ആത്മീയമായ സൽഗുണങ്ങളില്ല. ക്രിസ്ത്യാനികളെന്നാണ് പേര്, പക്ഷേ ക്രിസ്തുവിൻ്റെ ചൈതന്യം അവരിലില്ല. ദൈവത്തിന് മഹത്വം. ആചാരങ്ങളുണ്ട്, പള്ളിയിൽ പോക്കുണ്ട്, ചടങ്ങുകളുണ്ട്, കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, ദൈവവേല ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളല്ല. അവരിൽ ജ്വലിച്ച് പ്രകാശിക്കുന്നതായ ആ ഒരു ദീപം, കാൽവറിയിൽ കത്തിയതായ ആ ശോഭ, അത് കത്തി ജ്വലിക്കുന്നില്ല. പുത്തോർത്തു ആത്മീയം, അത് അപകടമാണോ എന്നുള്ള കാര്യം ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അതിന് വ്യക്തമായ ചില ഉദാഹരണങ്ങൾ വേദോസ്തവത്തിലുണ്ട്. നമുക്ക് ചിലത് ചിന്തിക്കാം. 1 രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. എലീമേലെക്കും ഭാര്യ നവോമിയും, ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ, അവർ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് വന്നു. അപ്പത്തിൻ്റെ നാടായിരിക്കുന്ന ബേത്ലഹേമിൽ ക്ഷാമം മൂർച്ഛിച്ചു വന്നു. അപ്പോൾ അവിടെ നിൽക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ നാട് വിട്ടുപോയി. കൂട്ടത്തിൽ മക്കൾ 2 പേരുമുണ്ട്, മഹ്ലോനും കില്യോനും. അവർ ബേത്ലഹേമിൽ നിന്ന് വിട്ടുവന്ന് മോവാബ് ദേശത്ത് താമസമാക്കി. അത് വാസ്തവത്തിൽ ഒരു തെറ്റായ സ്റ്റെപ്പായി പോയിരുന്നു. വലിയ കെടുതിയിലേക്കാണ് അത് നയിച്ചത്. ആദ്യം ഭർത്താവ് എലിമേലേക്ക് മരിച്ചു. മക്കൾ വിവാഹിതരായി. മരുമക്കളുടെ പേര് ഓർപ്പ, രൂത്ത എന്നാണ്. ദൈവമക്കളെ, ആ മക്കൾ 2 പേരും പിന്നീട് മരിച്ചുപോയി.
ആണും തൂണുമായിട്ടുണ്ടായിരുന്ന അവർ 3 പുരുഷന്മാരും ആ വീട്ടിൽ നിന്ന് മരണം മുഖാന്തരം വിട്ടുപോയി. 3 വിധവമാർ മാത്രം, നവോമിയും ഓർപ്പയും രൂത്തും. കാലങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അവർ കേൾക്കുകയാണ്, ബേത്ലഹേമിൽ ക്ഷാമമെല്ലാം മാറി സമൃദ്ധിയുടെ തുടക്കം കുറിച്ചു എന്ന്. അപ്പത്തിൻ്റെ നാട് വീണ്ടും തളിർത്തു വന്നു, അപ്പത്തിൻ്റെ സമൃദ്ധി അവിടെ ഉണ്ടായി എന്നവർ കേട്ടു. അവരുടെ ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരും എല്ലാം ബേത്ലഹേമിലാണ്. നവോമി ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോവാൻ തീരുമാനിച്ചു. പിന്നെ ആകെയുള്ളത് ഓർപ്പയും രൂത്തും മരുമക്കൾ മാത്രമാണ്. നിങ്ങൾ ഭർത്താക്കന്മാരില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ജീവിച്ചു കൊള്ളുക. ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട. ദൈവത്തിന് സ്തോത്രം. വളരെ നിർബന്ധമായിട്ടും പോരണ്ട എന്നുള്ളതായ ഒരു നിർദ്ദേശം കൊടുത്തു. അപ്പോൾ മരുമക്കൾ 2 പേരും പറഞ്ഞു, 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, അവർ അവളോട്, ഞങ്ങളും നിന്നോടുകൂടെ നിൻ്റെ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മക്കളെ, നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട എന്ന് അവരോട് തീർത്തു പറഞ്ഞു. അപ്പോൾ ഓർപ്പ പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായി അമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റിച്ചേർന്ന് നിന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഓർപ്പയുടെ കാര്യം, അവൾ ഉഷ്ണവാനുമല്ല ശീതവാനും അല്ലാത്തൊരവസ്ഥയിലാണ്. കാരമില്ലാത്ത ഉപ്പാണ്. അമ്മായിയമ്മയോട് പിരിയാൻ വയ്യാത്തതായ ഒരു ബന്ധം അവൾക്ക് സ്ഥാപിച്ച് കിട്ടിയിട്ടില്ല. അതേസമയത്ത് അവളുടെ വാക്കുകൾ ആത്മീയമാണെന്ന് നമുക്ക് തോന്നും. അമ്മായിയമ്മയോട് സ്നേഹം നിറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നും. ഞാൻ ഒരിക്കലും പോവുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അമ്മായിയമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ കരഞ്ഞ് ചുംബിച്ച് വിട്ടുപോയത്. എന്നാൽ ദൈവമക്കളെ, മറ്റേ മരുമകൾ അങ്ങനെയല്ല, രൂത്ത് അങ്ങനെയല്ല. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. രൂത്ത് എന്താണ് പറഞ്ഞത്? രൂത്ത് പറഞ്ഞത് നമുക്ക് വായിക്കാം. 16 മുതൽ 18 വരെയുള്ള ഈ വാക്യങ്ങൾ രൂത്തിൻ്റെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്കേണ്ടതാണ്. 1-ാം അധ്യായത്തിന് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിനെ രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. എന്നോട് ആ കാര്യം മാത്രം പറയരുത്. നിന്നെ വിട്ടുപിരിയുവാനും നിന്നോടോടെ പോരരുത് എന്നുമുള്ളതായ വാക്ക് എന്നോട് ഒരിക്കലും പറയരുത്. അത് കേൾക്കുന്നത് തന്നെ എനിക്ക് മർമ്മഭേദകമാണ്. വായിക്കാം. നീ പോകുന്നിടത്ത് ഞാനും പോരും. ഹല്ലേലൂയ. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് നിന്നോടുകൂടി അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് ഇതാണ് പറഞ്ഞു. ദൈവമക്കളെ കാരമുള്ള ഉപ്പ്. ഇതാണ് ജ്വലിക്കുന്ന സത്യസ്നേഹം. ഇതിന്ന് അനേകരുടെ ജീവിതത്തിൽ ആത്മീയ ഗോളത്തിൽ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഓർപ്പയുടെ കാര്യം നോക്കിയാലും അമ്മായിയമ്മയോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. അല്പമൊക്കെ ഉണ്ട്, താൻ ഇല്ല എന്ന് പറയുന്നില്ല. ഞാനും നിന്നോടുകൂടി പോരുമെന്നാണ് പറഞ്ഞത്. നിർബന്ധിച്ചപ്പോൾ കരഞ്ഞു ചുംബിച്ചാണ് വിട്ടുപോകുന്നത്. അതിനപ്പുറം അവൾ എന്നാണ് ചെയ്യേണ്ടത് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ദൈവമക്കളെ, അതേ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അതേ വീട്ടിലുള്ള ആളല്ലേ രൂത്ത്. പിരിയുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവമക്കളെ, നവോമിയും രൂത്തും തമ്മിലുള്ളതായ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ദൃഢമായ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാണെന്ന് വ്യക്തമായി നിങ്ങൾക്കൊന്ന് സാക്ഷിക്കാനായിട്ട് സാധിക്കുമോ? ഈ ലോകത്തുള്ള യാതൊരു ശക്തിക്കും വ്യക്തിക്കും എന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിടിയിക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പിരിയാതെ നിത്യത കഴിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. എങ്ങനെയുണ്ട് സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ ആത്മീയം? കുറേ പള്ളിപ്പോക്കിൻ്റെയോ കൂട്ടായ്മയ്ക്കോ വരുന്നതിൻ്റെയോ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യമല്ല നിങ്ങളോട് പറയുന്നത്. പിരിയാൻ വയ്യാത്ത സജീവമായിരിക്കുന്ന ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ? നോട്ട് സിംപിളി ടച്ച് ആൻഡ് ഗോ മെത്തേഡ്, ബട്ട് ആൻ എബൈഡിങ് സ്പിരിറ്റ്. താഴ്ത്തലിനോട് ചേർന്നിരിക്കുന്ന ചില്ലി പോലെ,
കർത്താവായ യേശു ക്രിസ്തു ആകുന്ന തലയുടെ ബന്ധപ്പെട്ട ശരീരവും അതിൻ്റെ അവയവങ്ങളുമാണ് നമ്മളും. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ഓർഗനൈസേഷൻ അല്ല, ഇതൊരു സംഘടനയല്ല. ദിസ് ഈസ് ആൻ ഓർഗാനിക് ലിവിങ് യൂണിയൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇതൊരു രക്തബന്ധമാണ്. ഹല്ലേലൂയ. യേശുവില്ലെങ്കിൽ ഞാനില്ല. യേശുവിനെ പിരിഞ്ഞൊരു ജീവിതമില്ല. യേശുവിനെ മറന്നൊരു സ്റ്റെപ്പില്ല. അപ്രകാരമുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നം, അതല്ലെങ്കിൽ ഉമിണ്ണുകളയും, ഒന്നിനും പ്രയോജനമില്ലാതാകും. അതുകൊണ്ട് ഈ പൊത്തോരു താൽമീയത്തോട് നിങ്ങൾ യാത്ര പറയുക. ദൈവത്തിന് സ്തോത്രം. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്ത അവസ്ഥയോട് നിങ്ങൾ യാത്ര പറയുക. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കണം. നിങ്ങളൊന്ന് കത്തി ജ്വലിക്കാൻ തുടങ്ങണം. ഒരു സത്യാത്മീയത്തിലേക്ക് നിങ്ങൾ വരണം. ലോകം താത സഹോദര യാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ച പിതാക്കന്മാർ നമുക്ക് മാതൃകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തനിയായിരിക്കുന്ന പൗലോസ്ലീഹായെ പോലെയും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന സ്ത്രീഹന്മാരെ പോലെയും നമ്മൾ ജ്വലിക്കുന്ന ദൈവമക്കളായി മാറണം. അങ്ങനെയുള്ളതായ കത്തി ജ്വലിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയായി മാറണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, രൂത്ത് നവോമിയോട് ചേർന്ന് നിന്നു. എന്ത് വലിയ ദൂരവ്യാപകമായ സൽഫലങ്ങളാണ് അവൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത്. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബോവാസ് എന്ന് പറയുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ അവൾക്ക് കിട്ടി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ദൈവമക്കളെ, രൂത്ത് യേശുവിൻ്റെ വംശപാരമ്പര്യത്തിൽ വന്നു. 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ച്. 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ഈശായി ദാവീദിനെ ജനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് പൗലോസ്ലീഹായും എടുത്തു പറയും, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് ഞങ്ങളുടെ സുവിശേഷം. എന്ത് പദവിയിലേക്കാണ് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു സജീവമായ പിരിയാത്തതായ ഒരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. ഇന്ന് നിങ്ങൾ ഈ ബന്ധം സ്ഥാപിച്ചിട്ട് വേണം പോകാനായിട്ട്. അതൊരു രക്തബന്ധമാണ്. ഒന്ന് ഓർപ്പ, കാരമില്ലാത്ത ഉപ്പ്. രണ്ടാമത്തേത് ഏതാണ്? ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 42 വരെ വാക്യങ്ങൾ. അവിടെ നമുക്കൊരു സ്ത്രീയെ കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 40-42. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ നീ പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ടും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല, ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ മാർത്ത കർത്താവായ യേശു ക്രിസ്തു വീട്ടിൽ വന്ന സമയം മുതൽ നമുക്കുടെ നോട്ടത്തിൽ വളരെ സ്നേഹവാത്സല്യത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുകയാണ്. അതിനകത്തൊന്നും തെറ്റില്ല. കർത്താവിനെ നാം സ്വീകരിക്കണം. അതിഥി സൽക്കാരം കർത്താവായ യേശു ക്രിസ്തു സന്തോഷിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് വേദനയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. മാർത്തയെ നീ പലതിനെ ചൊല്ലി മനം കലങ്ങും വിചാരപ്പെട്ടും ഇരിക്കുന്നു. നല്ല പങ്ക് നിനക്ക് നഷ്ടപ്പെട്ടല്ലോ. നീ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ഭവനത്തിലെ ഒരു അംഗമാണ് നീ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നീ പൗലോസ്ലീഹ പറയുന്ന പോലെ കർത്താവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നു. നല്ല പങ്കില്ലാത്തതായ സുവിശേഷ വേലക്കാർ, യേശു അകത്തില്ലാതെ ജീവൻ്റെ തുടിപ്പില്ലാതെ പ്രവർത്തിക്കുന്നതായ ദൈവമക്കൾ. പ്രസംഗമുണ്ട്, ദൈവവേലയുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, അനേക തരത്തിലുള്ള ആധ്യാത്മികമായ കാര്യങ്ങളിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നില്ല. മനസ്സ് കർത്താവിനുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും കാത്തു സൂക്ഷിക്കുന്നില്ല. മറിയയെപ്പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ സ്നേഹമുള്ളതായ ശബ്ദം കേട്ട് അവൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി അവൻ്റെ സൗന്ദര്യം രസിച്ച് ആത്മാവിൽ ആനന്ദിക്കുന്ന ഒരു അനുഭൂതിയിലേക്ക് ഉയർന്നു വരുന്നില്ല. കാരമില്ലാത്ത ഉപ്പ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ഹൃദയം പകരുന്നൊരു സ്വർഗീയ അനുഭവം ഇന്ന് ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഞാൻ അല്പം കുറ്റം വിധിച്ചുകൊണ്ട് പറയുന്ന പോലെ പറയുകയാണ്. ഇന്ന് പ്രവർത്തിക്കാനൊക്കെ താല്പര്യം പലരും കാണിക്കുന്നുണ്ട്, കൂട്ടായ്മക്കാരൻ താല്പര്യം കാണിക്കുന്നുണ്ട്. നല്ലത് തന്നെ. മാർത്ത ചെയ്ത് തെറ്റാണ് ഞാൻ ഒരിക്കലും പറയുകയില്ല. പക്ഷേ നിൻ്റെ ഹൃദയം ദൈവത്തിൽ നകന്നിരിക്കുന്നതല്ലോ.
മണവാട്ടിയാണ്, മണവാളിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു പോയി, ചീത്തയായിപ്പോയി എന്നല്ലേ കർത്താവ് പറഞ്ഞു, വഷളായിപ്പോയി. ഇന്ന് അനേക ക്രിസ്ത്യാനിക്ക് ഒരവസ്ഥയിലല്ലേ ദൈവമക്കളെ? ദൈവത്തിന് സ്തോത്രം. ഉള്ളം കലങ്ങിയിരിക്കുന്നു, പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ടിരിക്കുന്നു. അവളുടെ പ്രകൃതി മാറിയിട്ടില്ല. കർത്താവ് വീട്ടിലുണ്ട്, കർത്താവിനോട് സ്നേഹമുണ്ട്, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറിയുമായിട്ട് ഒരു മനസ്സല്ല. എന്നെ തനിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുന്നു പറഞ്ഞ് പരിഭവം പറയുകയാണ്. ഈ പരിഭവം വെച്ചുകൊണ്ട് ഉള്ളം കലങ്ങി ദൈവത്തിന് സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമക്കൾ ഒന്ന് ചിന്തിക്കണം. ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണ്ടേ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. സത്യസുവിശേഷം ശരിയായി പഠിപ്പിക്കുന്ന രംഗത്തല്ലേ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പോക്ക് കൊണ്ടുപോയി ഏറ്റവും അവസാനം സ്വർഗ്ഗവീട്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വാതിലടഞ്ഞതായൊരു കാഴ്ച കണ്ട് നമ്മൾ ഞെട്ടിപ്പോവുകയില്ലേ? നിങ്ങളെപ്പോഴും കരുതലോടെ ഓർത്തുകൊള്ളണം. സ്വർഗ്ഗവാതിലിന് തൊട്ടടുത്ത് നരകത്തിലേക്ക് പോകാനുള്ളതായ ഒരു വലിയ വിശാലമായിരിക്കുന്ന വഴിയും വാതിലും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന് കഴിയുമ്പോൾ 10 കന്യകമാരിൽ 5 പേര് ആത്മീയരായിരുന്നില്ലേ? കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരായിരുന്നില്ലേ? മണവാളിനെ എതിരേൽക്കണമെന്നുള്ള താല്പര്യമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അവർ വിളക്കമൊക്കെ എടുത്തില്ലേ? കാത്തിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവസാനം എവിടെയായിപ്പോയി? വാതിലിന് പുറത്തായിപ്പോയി. ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? ആത്മീയരെന്ന് നടിച്ച് കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ദൈവമക്കളുമായി ബന്ധപ്പെട്ട് ദൈവവേലയിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദൈവമക്കൾ സ്വർഗരാജ്യത്തിൻ്റെ വാതിലിന് പുറത്ത് അടച്ച് വെളിയിലായി പോകാൻ ഇടവരരുത് എന്നുള്ളതായ ആ ഒരു ഭയനിർദ്ദേശം നിങ്ങൾക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ചിന്തിക്കുന്ന പോലെ ആരെല്ലാം സ്വർഗരാജ്യത്തിലെത്തും ഞാൻ ചെല്ലുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ജ്വലിച്ച് പ്രകാശിക്കുന്ന ആത്മീയത്തിൻ്റെ ചൈതന്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു പുത്തുവരുത്ത ആത്മീയം പോരാ. സ്വർഗരാജ്യത്തിൻ്റെ വാതിലിന് പുറത്ത് തള്ളപ്പെടുന്നവർ അനാത്മീയരല്ല, ആത്മീയരാണെന്ന വേഷത്തിൽ നടക്കുന്നവരാണ്. അവർ പലപ്പോഴും അറിഞ്ഞിട്ടല്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വാതിലടച്ച് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള കഠിന ശബ്ദം കേട്ടപ്പോഴല്ലേ ആ 5 കന്യകമാർ വെളിയിൽ പോയല്ലോ എന്നുള്ള കാര്യം അറിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന് വേദനയുള്ളതായ ആത്മീയരായി നമ്മൾ ഒരിക്കലും മാറരുത്. കൂട്ടായ്മയിലുണ്ടായിരിക്കും, ദൈവവേലയുടെ മുഖത്തുണ്ടായിരിക്കും. മാർത്ത ആ വീട്ടിലല്ലേ? കർത്താവിന് വേണ്ടിയിട്ടല്ലേ അധ്വാനിച്ചത്, കർത്താവിന് വേണ്ടിയിട്ടല്ലേ ബന്ധപ്പെട്ടത്. പക്ഷേ ദൈവത്തിന് വേദനയായി പോയല്ലോ. ഒന്ന് മനം തിരിയണ്ടേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? മാർത്തയുടേതായിരിക്കുന്ന ശരീരവും മറിയുടേതായിരിക്കുന്ന ഹൃദയവും നമുക്കുണ്ടായിരിക്കണം. യേശുവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദൈവമക്കളായി ഞങ്ങൾ മാറണം. ദൈവത്തിന് സ്തോത്രം. ബാക്കിയുള്ള പ്രവർത്തനങ്ങളല്ല ദൈവമക്കളെ പ്രധാനപ്പെട്ടത്. ഇത് രണ്ടും വേണം. ഹല്ലേലൂയ. പ്രവർത്തനവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് ശക്തി പ്രാപിക്കുന്നു. രണ്ടും കൂടി ഒരു സന്തുലിതമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കാരമില്ലാത്ത ഉപ്പ് മാർത്തയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം അയച്ച്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ, സോദോമിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ, എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. സോദോം അത് കത്തി നാശമാകാൻ പോവുകയാണ്, തീയിറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകം ഒരു കരുതൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുണ്ട്. അത് അബ്രഹാമിനോടുള്ളതായ സ്നേഹവും കൂടിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ലോത്തും ഭാര്യയും മക്കളുമായി എത്രയും വേഗം ഇവിടെ കത്തി നശിക്കാൻ പോകുന്നതായ സോദോം പട്ടണം വിട്ടുപോവുക എന്നുള്ള നിർദ്ദേശം കൊടുത്തു. വായിച്ചോ. അവൻ താമസിച്ചപ്പോൾ, അവരിറങ്ങാൻ താമസിച്ചപ്പോൾ, ആ വാക്കിന് അതേപടി വില കൊടുക്കാതെ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ കരമെന്ന് അവരെ പിടിച്ച് നാശപട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയി ആക്കി. സുരക്ഷിതമായ രംഗത്തേക്ക് അവരെ പിടിച്ച് അകറ്റി വിട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതന്മാർ തൊട്ടവരാണവർ. ദൈവത്തിൻ്റെ ദൂതൻ കൈക്ക് പിടിച്ചവരാണ്. ദൈവികമായ അരുളപ്പാട് കിട്ടിയതാണ്. ദൈവത്തിൻ്റെ കരുതലിൻ്റെ സംരക്ഷണത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന രുചി അനുഭവിച്ചവരാണ്.
ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ലോത്തിൻ്റെ ഭാര്യ, അതാണ് ഇവിടെ കാരമില്ലാത്ത ഉപ്പായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം, 26-ാമത്തെ വാക്യം വായിക്കാം. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. ദൈവത്തിന് അവരൊന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പർവ്വതത്തിലേക്ക് പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. സുരക്ഷിതമായിരിക്കുന്ന ആ പർവ്വതത്തിലേക്ക് പോയിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ രക്ഷിച്ച് ആ പർവ്വതത്തിൽ എത്തിക്കുവാൻ ദൈവത്തിൻ്റെ കാര്യപരിപാടി ദൂതന്മാർ വളരെ വ്യക്തമായി അറിയിച്ചു. കരം പിടിച്ച് അവരെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തേക്ക് നിൽക്കുകയുമരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ദൈവമക്കൾ കരുതലോടെ ഓരോ വാക്കും ശ്രദ്ധിക്കണം. എന്ത് വലിയ ദൈവത്തിൻ്റെ കരുതലും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ നിങ്ങൾ വളരെ ഗൗരവത്തോടെ വേണം കൈക്കൊള്ളാനായിട്ട്. പാവപ്പെട്ട ദൈവമക്കളെ അല്ല നിങ്ങൾ കാണേണ്ടത്. ദൈവസന്നിധി കരഞ്ഞ് പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തണമേ എന്നുള്ളതായ ഉള്ളഞ്ഞിറങ്ങിയുള്ള അപേക്ഷയോടുകൂടിയാണ് പാവപ്പെട്ട അടിയങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്കൊരു ഭയനിർദ്ദേശം തരികയാണ്. ഇറങ്ങി പുറപ്പെട്ടവരാണ് അനേകർ. അബ്രഹാമിനും ലോത്തിനും തമ്മിലുള്ള ബന്ധം പോലെ കൂട്ടായ്മയിൽ ദൈവമക്കളുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ടതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ രുചി അനുഭവിച്ചവരാണ്. ആ കാവലും കരുതലും ദൈവം നിങ്ങൾക്ക് തരും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ദൈവം നാശപട്ടണത്തിൽ നിന്ന് എത്രയും വേഗം വിട്ടുപോകാനുള്ള നിർദ്ദേശം കൊടുത്തു. അവരതിന് വേണ്ടവണ്ണം വില കൊടുത്തില്ല, ചെവി കൊടുത്തില്ല. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ വന്നു അവരെ കരം പിടിച്ച് സുരക്ഷിത സ്ഥാനത്താക്കി. ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമോ, ഒരിക്കലും ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കൾ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കുന്നത് എനിക്ക് യോഗ്യനല്ല. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ലോത്തിൻ്റെ ഭാര്യ സോദോമിൽ നിന്ന് വെളിയിൽ വന്നു. പക്ഷെ അവളുടെ ഹൃദയം സോദോമിൽ തന്നെയാണ്. സോദോമിലെ രുചിയും ഗുണവും രസവും അവൾ വിട്ടുപോരാൻ മനസ്സായില്ല. അവളുടെ ശരീരം പുറത്താണ്, പക്ഷെ അവളുടെ മനസ്സും ഹൃദയവും ഇപ്പോഴും സോദോമിൽ തന്നെയാണ്. അതുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ഇന്നും ദൈവമക്കളെ ഒരു ദുർസാക്ഷ്യമായി ആ ഉപ്പുതൂണ് അവിടെ നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ ആത്മീയ മതിയോ നമുക്ക്? ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കൽപ്പന ലംഘിച്ചു. തികഞ്ഞ ലോകസ്നേഹമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇറങ്ങി തിരിച്ചവരല്ലേ നിങ്ങൾ? പുറകോട്ട് നോക്കി ജീവനില്ലാതെ ഉപ്പുതൂണായി ദുർസാക്ഷ്യമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം പുരണ്ട കരം നിങ്ങളെ ഒന്ന് തൊടട്ടെ. ഇന്ന് മരവിച്ച് കിടക്കുന്ന ചില ജീവിതങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ജീവനില്ലാത്തവർക്ക് ജീവനും ജീവനുള്ളവർക്ക് സമൃദ്ധിയായ ജീവനും നൽകാൻ വേണ്ടിയിട്ടാണ്. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ തൻ്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നു. ആ ദൈവത്തിൻ്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന് പാവപ്പെട്ട അടിയനെ പ്രാർത്ഥിച്ചത് ഈ ഓരോ വാക്കിൽ കൂടിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സ്പർശമുണ്ടാകണം. രക്തത്തിൽ പൊതിഞ്ഞതായിരിക്കുന്ന വാക്കുകളായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളുടെ ഗുണം കൊണ്ടല്ല ദൈവമക്കളെ, കാൽവറിയിൽ ജീവരക്തം ചൊരിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ചീഞ്ഞു നാറി കിടക്കുന്നവനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കൊണ്ട് ജീവിപ്പിക്കുവാൻ ശക്തിയുള്ളതായ വചനം ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും, അല്ല ഈ വചനം നിങ്ങൾക്ക് ജീവൻ നൽകും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ ജീവനും സമൃദ്ധിയായിരിക്കുന്ന ജീവനുമാണ്. നന്ദിയോടെ ആ ജീവനല്ലേ കാൽവറി ഊറ്റി തന്നത്? ആ രക്തം നിങ്ങളെ ഇപ്പോൾ തൊടട്ടെ. ദൈവത്തിൻ്റെ ഭാര്യയെ പോലെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ആരും നശിച്ചു പോകാനായിട്ട് ഇടവരരുത്. ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം, തിരിഞ്ഞു നോക്കരുത്. ദൈവത്തിൻ്റെ ആ പർവ്വതം ഏതാണ്? ജീവൻ ഒഴുകി വരുന്ന പർവ്വതം കാൽവറി പർവ്വതമാണ്. അത് ഗോകുൽത്തയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ഉറവയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ജീവരക്തത്തിൻ്റെ ഒഴുക്ക് ഇന്ന് പോയിട്ടില്ല, അത് നിൽക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ആ രക്തം നിങ്ങൾക്ക് ജീവശക്തി തരികയാണ്. ആ രക്തം ഇന്ന് അനേകരെ തൊട്ട് ജീവിപ്പിക്കുകയാണ്. ഇന്ന് ദൈവമക്കളെ, ഉണർവിൻ്റെ ജീവൻ്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും
കുഞ്ഞാടിന് രക്തത്തിൻ്റെ ഒരു തളിപ്പ് കിട്ടണം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നാം ആരും മരിക്കേണ്ടതായ കാര്യമില്ല. പുത്തോർത്തമായിരിക്കുന്ന ആത്മീയത്തിൻ്റെതായ ആ പ്രവണത നിർത്തുക. ഒരു സജീവമായിരിക്കുന്ന ഉണർവിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ ഒന്ന് കത്തിപ്പടരട്ടെ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ലോത്തിൻ്റെ ഭാര്യ കാര്യമില്ലാത്ത ഇരുപ്പായിപ്പോയി. നമുക്ക് വീണ്ടും വായിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ന്റെ. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്ത് വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞെട്ടലോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അനന്യാസും സഫീറയും. ദൈവത്തിന് സ്തോത്രം. എന്ത് സംഭവിച്ചു ദൈവമക്കളെ? അതിൻ്റെ മുന്നിലുള്ളതായ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അന്ന് പലരും അവരുടെ വസ്തുവകൾ വിറ്റുകൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, സമൃദ്ധിയോടെ ജീവിക്കുന്നു. ആ സമർപ്പണം എനിക്കുമുണ്ട് എന്ന് അറിയിക്കുവാൻ അനന്യാസും സഫീറയും ഒന്നിച്ച് ആലോചന നടത്തി. അവർക്കുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ വിറ്റു. പത്രോസിന്റെ അടുക്കൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. കൊണ്ടുവരുന്നത് ഭർത്താവാണ്, അനന്യാസാണ്. ഇത്രയ്ക്കാണ് നിലം വെച്ചത്. പരിശുദ്ധാത്മാവിനെ കണ്ടില്ല, പത്രോസിനെ മാത്രമേ കണ്ടുള്ളൂ. വസ്തുക്കൾ മുഴുവൻ വിറ്റ് കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് ആത്മീയനാണെന്നുള്ളതായ ഒരു വേഷം ധരിച്ച് നടക്കാമല്ലോ എന്നാണ് മൂഢനായിരിക്കുന്ന അനന്യാസ് മനസ്സിൽ വിചാരിച്ചത്. മണ്ടത്തരമായിപ്പോയി. വീണ് മരിച്ചു. വ്യാജവസ്തുവുമായിട്ട് വ്യാജമനോഭവമായിട്ട് കൂട്ടായ്മയിൽ വരരുത്. ദൈവസന്നിധിയിൽ ആത്മീയത്തിൽ ദൈവത്തിന് അഭിനയിക്കരുത്. ഞാൻ വളരെ ഗൗരവമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും അറിയാതെ ചില നാളുകൾക്ക് ശേഷം ഭാര്യയായിരിക്കുന്ന സഫീറയും വന്നു. ഇതേ ചോദ്യം ചോദിച്ചു പത്രോസ്ലീഹ, ഇത്രയ്ക്കോ നിലം വെച്ചത്? അതേ എന്ന് പറഞ്ഞു. അവളും വീണ് മരിച്ചു. അടുത്തു കൊണ്ടുപോയി അടക്കി. പുതിയ നിയമത്തിൽ നടന്നൊരു സംഭവമല്ലേ ഇത്? കർത്താവ് സ്നേഹമല്ലേ? ദൈവം സ്നേഹം മാത്രമല്ലേ? ദൈവത്തിന് സ്തോത്രം. പക്ഷെ അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല. ദൈവത്തിന് വ്യാജമായ ഒരാത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരിക്കലും ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വയ്ക്കാനുള്ള ധൈര്യം കാണിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദ്രവ്യാഗ്രഹം സകലവിധ പാപത്തിന് മൂലകാരണമാണ്. ദൈവത്തിന് സ്തോത്രം. വ്യാജമൊരിക്കൽ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. സമർപ്പണമാണോ ഒട്ടും പുറകോട്ട് എടുക്കരുത്. സഹോദരി സഹോദരന്മാരെ, ഇവിടെ എന്താണ് വിഷയം? അവർക്കുണ്ടായിരുന്ന കർത്താവിൻ്റെ കാൽക്കൽ വയ്ക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഭയത്തോടെയാണ് പറയുന്നത്. എന്നെയും എനിക്കുള്ള സകലത്തെയും കർത്താവേ ഞാൻ നിൻ്റെ കാൽക്കൽ സമർപ്പിക്കും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MY ഉന്നൻ സാറ് ആഹ്വാനം ചെയ്തതനുസരിച്ച്, കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ടില്ലേ? എവിടെ നിൽക്കുന്നു നിങ്ങളുടെ സമർപ്പണം? എങ്ങനെ മുന്നോട്ട് പോകുന്നു? സമർപ്പണത്തിൻ്റെ വാക്കുകൾ പരിപൂർണമാണ്. പക്ഷെ ദൈവസന്നിധിയിൽ എത്തിയത് എന്തെല്ലാമുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഇപ്പോൾ കർത്താവിനാണോ നിങ്ങൾക്ക് തന്നെയാണോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെയും നിങ്ങളുടെ ഭവനത്തിൻ്റെയും നിങ്ങളുടെ ശമ്പളത്തിൻ്റെയും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും നിങ്ങളുടെ സകല കഴിവിൻ്റെയും ഉടമസ്ഥൻ, യജമാനൻ, കർത്താവ്, കാൽവറിയിൽ നിനക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവാണോ? അത് അഹങ്കാരിയായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണോ? ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം. കാരമില്ലാത്ത ഉപ്പ് ദൈവത്തിൻ്റെ സ്തോത്രം നിലച്ച് ചവിട്ടിക്കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിങ്ങൾ എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു പുതിയ അധ്യായം ഇന്ന് ഈ വചനം കേട്ടതിന് ശേഷം നിങ്ങൾ തുടങ്ങണം. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. അവിടെയുള്ള എല്ലാവർക്കും ഭയമായി. ദൈവമക്കളെ, എന്തു പറയുന്നു നിങ്ങൾ? ഒരു പുതിയ തീരുമാനമെടുക്കുമോ? ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനായിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം. കാരമില്ലാത്ത ഉപ്പ്, പൊത്തുവരുത്ത ആത്മീയം, അത് ദൈവമക്കളെ അനേകരെ കെടുതിയിലേക്ക് നയിച്ചു. 1 ഓർപ്പ, 2 മാർത്ത, 3 ലോത്തിൻ്റെ ഭാര്യ,
ദൈവം 4 അനന്യാസും സഫീറയും. 5-ാമത്തെ കാര്യം എന്താണ്? ലൂക്കോസ് 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ലൂക്കോസ് 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കാരമില്ലാത്ത ഒരു ഉപ്പിൻ്റെ ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം വായിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മുടിയനായ പുത്രന്റെ ഊമയിലെ മൂത്ത സഹോദരൻ ശരിക്കും ഒരു കാരമില്ലാത്ത ഉപ്പാണ്. ഹല്ലേലൂയ, ദൈവനാമം. ഒരു പൊത്തുവാർത്ത ആത്മീയനാണ്. അവനൊത്തിരി അവകാശവാദങ്ങൾ പറയുവാനായിട്ടുണ്ട്. നീ പറഞ്ഞ കൽപ്പനകളൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. ആത്മാർത്ഥതയോടെ ഞാൻ വയലിൽ വേല ചെയ്തു. നിന്റെ വരുതിക്കൊത്തോടെ ഞാൻ ഇവിടെ നിന്നു. അകത്ത് മുടിയനായ പുത്രൻ തന്നെയായിരുന്നു അവൻ. വേശ്യമാരോട് തിന്നു കുടിച്ച് സൂഹിക്കണമെന്ന് തന്നെ അന്തരംഗത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. ആടിൻ്റെ ഇറച്ചി തിന്ന് സുഖലോലുപനായി ജീവിക്കണമെന്ന് അവന് ഉള്ളത്തിൻ്റെ ഉള്ളറയിൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ധൈര്യം അവന് കാണിച്ചില്ല. മറ്റവൻ പ്രവൃത്തിയിൽ പാവമുള്ളവനാണ്, ഇവൻ പ്രകൃതിയിൽ പാവമുള്ളവനാണ്. മാത്രമല്ല, സ്വന്തം അനിയൻ മടങ്ങി വന്നപ്പോൾ അപ്പനും കുടുംബത്തിലുള്ളവരൊക്കെ സന്തോഷിച്ച സമയത്ത് ഇവൻ കോപിച്ച് വെളിയിൽ നിൽക്കുകയാണ്. ആ വീട്ടിലെ മകനാണ്, പക്ഷെ സഹോദരനല്ല. സ്നേഹത്തിന് കണികയില്ല. ഏറ്റവും വലിയ കൽപ്പന ലംഘിച്ചവൻ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉപമ അവസാനിക്കുന്ന സമയത്ത് സകലവിധ മ്ലേച്ഛതകളും ചെയ്ത് പാപത്തിൻ്റെ മട്ടുകുറ്റി കുടിച്ചുകൊണ്ട് അപ്പൻ്റെ സ്നേഹമുള്ള ഹൃദയം പിച്ചി ചീന്തിയതായ ഇളയ മകൻ മാനസാന്തരപ്പെട്ട് കണ്ണുനീരോടെ മടങ്ങി വന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ആ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ വസിക്കുമ്പോൾ വീട്ടിനകത്തുണ്ടായിരുന്ന ആൾ ആ സമയത്ത് പുറത്തു പോകേണ്ടതായിട്ട് വന്നു. നല്ലവനാണെന്ന് ചമഞ്ഞു നടന്നവൻ വീടിന് വെളിയിലും, ചീത്തയായിട്ട് നടന്നവൻ മാനസാന്തരപ്പെട്ട് വീട്ടിനകത്തും. ഉപമ അവസാനിക്കാറായി. നമ്മുടെ കാലം തീരാറായി. കാളനാദം കേൾക്കാറായി. മണവാളന് വരാറായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ എടുക്കപ്പെടാറായി. നീ ഇപ്പോഴത്തെ പോക്കുവായിൽ എവിടെ ചെല്ലും? സ്വർഗ വീട്ടിനകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ? ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൻ്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വരാമോ? അപ്പാ, സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു പോയി. മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. നന്ദിയോടെ സ്തോത്രം. അപ്പനിതായി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ആണ് ഇപ്പോഴുള്ളതായ കൈകളും കാലുകളുമായി ഇന്ന് മടങ്ങി വരുന്നതായ മാനസാന്തരപ്പെടുന്ന പാപത്തോട് യാത്ര പറഞ്ഞ് യഥാസ്ഥാനപ്പെടാൻ കൊതിക്കുന്നതായ ഒരു ന്യായീകരണവുമില്ലാതെ കരുണ തോന്നണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മടങ്ങി വരുന്ന ദൈവമക്കളുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. അവൻ്റെ കാലുകളൊന്ന് വീണേ, അവൻ്റെ കരം നിങ്ങളുടെ തലമേൽ വെക്കട്ടെ. ദൈവത്തിൻ്റെ കരം ശക്തിയോടെ പ്രവർത്തിക്കട്ടെ. പാപി മാനസാന്തരപ്പെടട്ടെ. ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി മാറട്ടെ. സ്വർഗ വീട്ടിനകത്ത് പ്രവേശിക്കാൻ ദൈവം കൃപ തരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം.